ഒഡീഷയിൽ സഹോദരിയുടെ അസ്ഥികൂടവുമായി ബാങ്കിലേക്ക് പോയ വയോധികന് പണം കൈമാറി ബാങ്ക്. സഹോദരിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 19,402 രൂപ ജീതു മുണ്ടയ്ക്ക് നൽകി. വയോധികൻ ബാങ്ക് നടപടിക്രമങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ആശയക്കുഴപ്പം ഉണ്ടായത് എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ഇയാൾ മദ്യപിച്ചിരുന്നു എന്നും വാദം. വിവരങ്ങളുമായി അനുപമ ചേരുകയാണ്. അനുപമ, ഇന്നലെയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടത്. ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതും അമ്പരപ്പുളവാക്കുന്നതുമായിരുന്നു. ഈ സഹോദരിയുടെ അസ്ഥികൂടവുമായി ബാങ്കിലേക്ക് എത്തുന്ന വയോധികൻ ഇപ്പോൾ എന്തായാലും പണം തിരികെ നൽകിയിരിക്കുകയാണ്. എന്താണ് ബാങ്ക് അധികൃതർ പറയുന്നത് ഇക്കാര്യത്തിൽ? സ്വാതി, ഈ പറയുന്നത് പോലെ ഈ മരിച്ചുപോയ സഹോദരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 19,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ബാങ്കിൽ ഈ പണവും ആശയമിട്ട് നിരന്തരം ചെല്ലുമ്പോഴെല്ലാം ഒന്നുകിൽ ഈ അക്കൗണ്ട് ഉടമ നേരിട്ട് വരണം, അല്ലെങ്കിൽ ഈ മരണപ്പെട്ടു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ, മരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കണമെന്നുള്ള ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മറുപടിയിൽ നിന്നാണ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുന്നതെന്ന് പറയണം. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഏകദേശം 3 കിലോമീറ്റർ ദൂരം പൊരി വെയിലത്തുകൂടി ഒരു 2 മാസം മുൻപ് മരിച്ച സഹോദരിയുടെ അസ്ഥികൂടങ്ങളുമായി നടന്നു പോകുന്ന ഈ ഒരു വയോധികന്റെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 19,402 രൂപ ജീതു മുണ്ടയ്ക്ക് തന്നെ കൈമാറിയതായിട്ടുള്ളൊരു വിവരം അറിയിക്കുന്നത്. അപ്പോഴും ഇതൊരു നീതികേടാണെന്നോ തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം അംഗീകരിക്കുന്ന ഒരു പ്രതികരണമല്ല ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം എന്ന് പറയുന്നത് ഈ വയോധികന് ഈ നിയമക്രമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്, ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. അദ്ദേഹം ഈ മദ്യപിച്ചടക്കം ബാങ്കിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് പോയി ഈ പറയുന്നത് പോലെ മൃതദേഹവുമായി അല്ലെങ്കിൽ അസ്ഥികൂടവുമായി ബാങ്കിലെത്തുന്ന സാഹചര്യം ഉണ്ടായി. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന വിവരങ്ങൾ പലതും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്നുമാണ് ബാങ്കിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഈ പറയുന്നത് പോലെ ഈ ഒരു പ്രചാരണത്തിന് തുടർന്നോ വിമർശനത്തെ തുടർന്നോ അല്ല പണം കൈമാറുന്നതെന്നും ഈ പറയുന്നത് പോലെ ഈ ഒരു സംഭവം പുറത്തു വന്നതോടെ ഈ പ്രാദേശിക അധികൃതർ ഈ മരണ സർട്ടിഫിക്കറ്റും മറ്റ് നോമിനികളോ മറ്റൊന്നുമില്ല എന്നുള്ളൊരു മറ്റവകാശികളില്ല ഈ പണത്തിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും ഹാജരാക്കിയിരുന്നു. അവർ വഴി ഈ വയോധികൻ ഈ ഒരു വിവരങ്ങളും രേഖകളെല്ലാം ഹാജരാക്കിയതിന് അനുസരിച്ചാണ്, നിയമക്രമങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ പണം ഇപ്പോൾ കൈമാറിയിരിക്കുന്നതെന്നാണ് ബാങ്ക് പറയുന്നത്. ഈ ഒരു വലിയ വിമർശനം ഈ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അതൊരു നിരക്ഷരനായിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള